ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ പോക്ക് എങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഞാൻ, ഫെമി, ഇഷാന്, റിച്ചു, എമി എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളിതാ ഇവിടെ നിന്ന് ഒരു ഓട്ടോക്കാണ് പോകുന്നത്. എൻ്റെ വീട് നടുവട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 150 രൂപേൻ്റെ ഓട്ടോ ഉണ്ട് കേട്ടോ. മക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ ബസ്സിൽ ഇങ്ങനെ വരത്തില്ല. ഒന്നെങ്കിൽ സ്കൂട്ടറിലോ അല്ലെങ്കിൽ കാറിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാട്ടോ വരുത്ത്. ഈ ഓട്ടോറിക്ഷയ്ക്ക് വരുമ്പോൾ എന്താ പറയുക, വീട്ടിൻ്റെ മുന്നിൽ നിന്ന് ഓട്ടോറിക്ഷ കയറാം, പിന്നെ അതേപോലെ തന്നെ വീട്ടിൻ്റെ മുന്നിൽ പോയി ഇറങ്ങും ചെയ്യാം. അപ്പോൾ ഇന്ന് എന്താ പരിപാടി വെച്ചിട്ട് അനിയത്തിൻ്റെ വയറ് കാണാൻ വേണ്ടിയിട്ട് അവിടെ അടുക്കളയിൽ ഇമ്മ ഇത്താത്തി അനിയത്തിയൊക്കെ തകൃതിയായ പണിയിലാട്ടോ. പാത്രങ്ങളൊക്കെ നിരത്തിയിട്ട് 3 ആൾക്കാരും ഭയങ്കര പണിയാട്ടോ. അപ്പോൾ ഇത് ഞാനവിടെ വന്നപ്പോൾ ഫെമി എൻ്റെ വീട്ടിൽ വന്നതല്ല. അപ്പോൾ ഞാൻ മാംഗോ ജ്യൂസ് അടിക്കാൻ വേണ്ടി മാംഗോയും കട്ടപ്പാലൊക്കെ സെറ്റാക്കിയിട്ട് അടിക്കാൻ വേണ്ടി പോയിട്ടോ. അങ്ങനെ മാംഗോ വിത്ത് ആപ്പിളായിട്ട് രണ്ടും പാടി മിക്സ് ആക്കിയിട്ടായിട്ട് അടിച്ച് അങ്ങനെ അടിച്ചൊരു ഗ്ലാസ്സിലേക്ക് എടുത്ത് അങ്ങനെ എമിക്കൊരു ഗ്ലാസ് എടുത്തിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കട്ടപ്പാലായതുകൊണ്ട്. പിന്നെ ഇമ്മ വേണ്ടി കോഴിക്കറിക്കുള്ള ഉള്ളിയൊക്കെ അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മനെ പറഞ്ഞ് ഞാൻ അറിഞ്ഞു തരാൻ. അപ്പോൾ ഇത്താത്ത അവിടെ ഇറച്ചി കേക്കിനുള്ള ഇതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിന് ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. കാരണം ഇറച്ചി കേക്കിലേക്കുള്ള ഇറച്ചി നമുക്ക് ഇടാൻ മറന്നു പോയിട്ടു. പിന്നെ ഇറച്ചി ഒന്ന് സെറ്റൊക്കെ ആയി വന്നതിന് ശേഷമാണ് പിന്നെ ഓർമ്മ വന്നത്. അപ്പോൾ മുകളിൽ മാത്രം ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ ഇത് നേരിയപത്തിരിക്കല്ല കേട്ടോ ഇമ്മ. ഇത് എനിക്ക് എല്ലാ പ്രാവശ്യവും ഞാൻ അങ്ങനെ വിചാരിക്കും ഇതൊന്ന് പഠിക്കണമെന്നുണ്ട്. അത് എനിക്കറിയില്ല. നേരിയത്തിരി കളരൽ, പൊടി കളരൽ എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞാൻ ചെമ്പട്ടിയിൽ ചിക്കൻ കറിക്കുള്ള ഉള്ളിയൊക്കെ ഇട്ട് താളിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇമ്മ നേരിയത്തിരി പരത്തുന്നത് കേട്ടോ. അമ്മക്ക് പ്രസ്സിനെക്കാട്ടി എളുപ്പം കയ്യിൽ തന്നെ പരത്താണ് കേട്ടോ. അമ്മ പെട്ടെന്ന് പരത്തിട്ടോ. അതായത് അമ്മക്ക് റൗണ്ട് ഷേപ്പിൽ വരും ചെയ്യും, കട്ടും ചെയ്യണ്ട. അങ്ങനെ അമ്മ ഇത് പരത്തുമ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട്, വെറും വീഡിയോ എടുത്ത് നടക്കാണ്ട് കോഴിക്കറി കരിഞ്ഞുണ്ടാവും. ഞാൻ പറഞ്ഞു കോഴി താളിക്കാൻ വെച്ചില്ല, ഉള്ളി താളിക്കാൻ വെച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഉമ്മനോട് സംസാരിച്ച് ഇങ്ങനെ എടുക്കട്ടോ. എന്തെങ്കിലുമൊക്കെ ലീവ് കിട്ടുമ്പോൾ മാത്രമായിട്ടാണ് സ്കൂളിൽ ലീവ് കിട്ടുമ്പോഴാണ് വീട്ടിലേക്ക് പോകട്ടോ. അങ്ങനെ ലിവർ ഫ്രൈ ആക്കാനായിട്ട് അങ്ങനെ ഫ്രൈ പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചും വെളുത്തുള്ളി ഇട്ടോ. ഇമ്മ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ അവിടെ സ്റ്റോക്കാണ്. കാരണം അമ്മ സമയം കിട്ടുമ്പോഴേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും അടിച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. എന്തെങ്കിലും പരിപാടിയും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ എടുക്കാമല്ലോ. മറ്റേത് ഇഞ്ചും വെളുത്തുള്ളി ഇങ്ങനെ നന്നാക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ. അപ്പോൾ അതേപോലെ തന്നെ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഓൾ അമർത്തിയാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന നമ്മുടെ വീഡിയോസും കാര്യസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഏകദേശം ഇഞ്ചും വെളുത്തുള്ളിയും ഉലുവയൊക്കെ ഒന്നൊരു വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഇടാം കേട്ടോ. അങ്ങനെ ഇത് നമുക്ക് ബീഫ് ഫ്രൈയിലേക്കുള്ള ലിവർ ഫ്രൈയിലേക്കുള്ളതാണ്. അപ്പോൾ കുറച്ച് ഉള്ളി മതി കേട്ടോ. ഒരു 3-4 ഉള്ളി ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ടിട്ടോ. അങ്ങനെ ഉപ്പിട്ട് അപ്പോൾ നമ്മളെ കോഴിക്കറി തിള വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഫുള്ള് എടുത്തിട്ടില്ല. പിന്നെ ഇത് നല്ലോണം ഒന്ന് വേണ്ടാൻ വേണ്ടി ഞാൻ ഒന്ന് മൂടി വെച്ചാണ് കേട്ടോ. മൂടി വെച്ചിട്ട് നമുക്ക് നല്ല താഴേന് ശേഷം മാത്രം കരിവേപ്പില ചപ്പും പൊതിനും ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചിക്കൻ കറി ആയാലും ഈ ലിവർ ഫ്രൈൻ്റെ ആയാലും എൻ്റെ റെസിപ്പി കേട്ടോ. ഞാൻ കയ്യിൻ്റെ കണക്കാട്ടോ. 2 തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ടോ. എനിക്ക് സ്പൂണിൻ്റെ കണക്കറിയില്ല. അപ്പോൾ ഞാനെല്ലാം കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ആണ് കൽക്കലൊക്കെ. അപ്പോൾ പിന്നെ ഇമ്മൻ്റെ പണി കഴിഞ്ഞപ്പോൾ അമ്മായി കേട്ടോ. ഇമ്മ വേറെ പണിയിലേക്ക് പോയപ്പോൾ അമ്മായി വന്നിട്ടുണ്ട്. അമ്മായി പറഞ്ഞ് ഞാൻ ഇട്ടുതരാം. ഞാൻ എൻ്റെ ചിക്കൻ കറി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് മല്ലിയില കല്ലിൻ്റെ മുകളിലിട്ട് ഞാൻ നല്ല ആവി വറുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇട്ടോ. ഇത് ചുവപ്പ് കളർ ഉണ്ടാവില്ല, നമ്മൾ ഹോട്ടലിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ബ്ലാക്ക് കളർ വരുന്ന രൂപത്തിലാട്ടോ ഈ കളർ ഉണ്ടാവുക. അതുകൊണ്ട് ഇതിൽ ഇങ്ങനെ ആക്കുമ്പോൾ ഫ്രൈ ആക്കുമ്പോൾ ഒരിക്കലും മുളക് പൊടി ഇടരുത് കേട്ടോ. അതിന് പകരം നമുക്ക് കുരുമുളക് പൊടി ഇടാം. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ പെരുംജീരകപ്പൊടി കേട്ടോ. പിന്നെ ലിവർ നന്നായിട്ട് കുക്കറിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ടെടുക്കുക. പിന്നെ ലിവറിൻ്റെ വെള്ളം ഒഴിവാക്കരുത്. അതും ഇതിലേക്ക് ഇട്ടെന്നാൽ ആ ഒരു ബീഫിൻ്റെ ആ ചുവയൊക്കെ ഒന്നിങ്ങനെ വരുള്ളൂ കേട്ടോ. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കാൻ വെക്കാം. ഇത് ഈ മസാലപ്പൊടികളൊക്കെ ലിവറിൽ പിടിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്തൊക്കെ കേട്ടോ. അതിൻ്റെ ഇടയിൽ പല പണികളും നടക്കുന്നുണ്ട് കേട്ടോ. ഈ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അധികം ഉണ്ടാവില്ല. എന്താ പറയുക, പാത്രം കഴുകാൻ ഇഷ്ടം പോലെ പാത്രം ഉണ്ടാവും കഴുകാൻ. അപ്പോൾ അനിയത്തിനെ പറഞ്ഞ് വെറുതെ നിൽക്കണ്ട, ഇനി വെള്ളം കലക്കിക്കുമെന്നാണ്. അങ്ങനെ ഞങ്ങൾ വെള്ളം കലക്കിയിട്ടോ. ഇതാണ് പിസ്തൻ്റെ വെള്ളം, അതായത് ബദാം എസൻസ് കൊണ്ട് വെള്ളം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു തിള വന്നതിന് ശേഷം ഞാൻ കുറച്ച് ചപ്പൊക്കെ എറിഞ്ഞിട്ട് പിന്നെ പത്തിരി ചുടുന്ന പരിപാടി കേട്ടോ.
അങ്ങനെ നേരിത്തിരി ചൂടാട്ടോ ആദ്യം. അപ്പം നേരത്തെ ചൂടാനൊക്കെ അമ്മായി കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ വന്ന് കാലിങ്ങനെ കടിയാ വെച്ചിട്ട് ഇങ്ങനെ പണിയെടുക്കല്ലേ, അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടോ. പിന്നെ ഇതാ ഇമ്മ എന്താ പറയുക കണ്ണച്ചത്തിരിക്ക് പരത്തുന്നുണ്ട് കേട്ടോ. ഈ കണ്ണച്ചത്തിരിക്ക് എനിക്കങ്ങനെ പരത്താനാറില്ല, അങ്ങനെ കണ്ണച്ചത്തിരി പോയി. കണ്ണച്ചത്തിരി തന്നെയല്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ പിയാപ്പള സൽക്കാരം, വയറ് കാണൽ അങ്ങനത്തേനൊക്കെ ഉണ്ടാകുമ്പോൾ നേരത്തിരി കണ്ണച്ചത്തിരിയൊക്കെ കേട്ടോ. പിന്നെ എന്താ പഴം നിറച്ചതുണ്ട്, അതും ഏകദേശം സെറ്റായിട്ടുണ്ട്. പഴം നിറച്ച് വെച്ചത് അമ്മായി പൊരിക്കുന്നുണ്ട്. പിന്നെ ബ്രെഡ് വാട്ടാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ ആക്കുന്നതെന്ന് പറഞ്ഞിട്ട് ബ്രെഡ് വാട്ടാൻ കോഴിമുട്ട പൊട്ടിച്ച് പിന്നെ ബ്രെഡ് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഹാഫ് എന്ന രീതിയിലാട്ടോ ബ്രെഡ് വാട്ടുന്നു. അങ്ങനെ അതിലേക്ക് ഏലക്കായി പഞ്ചസാരയൊക്കെ ഇട്ട് കോഴിമുട്ട സെറ്റാക്കിയിട്ട് നമ്മൾ ഫ്രൈ പാൻ ചൂടായപ്പോൾ അതിലേക്ക് വെച്ചെടുക്കുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മളെ പരിപാടിയൊക്കെ സെറ്റായി ഒരു 3 മണി ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ കലക്കി വെച്ച് നമ്മൾ ബദാം എസൻസ് കൊണ്ടുള്ള വെള്ളം അതിൽ കസക്കസൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി, ചായ ഉള്ളത് ഹോർലിക്സ് ആയിട്ട് കഴിക്കും. അങ്ങനെ അവരെ വിളിച്ചിട്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ റെഡി ആയി. ഇറച്ചിക്കറി, ബ്രെഡ് വാട്ടി, കണ്ണച്ചത്തിരി, നേരിത്തിരി, നമ്മൾ ലിവർ ഫ്രൈ, പഴം നിറച്ചത്, അതേപോലെ തന്നെ നമ്മൾ ഇറച്ചി കേക്ക് കണ്ട മനസ്സിലായി മുകളിൽ നിന്ന് കേട്ടോ. അപ്പോൾ അവർ കൊണ്ടുവന്നത് ആ കോഴി നിറച്ചതും നീരുപത്തിരിയും കണ്ണച്ചത്തിരി കേട്ടോ. ഒരു 3 വലിയ കോഴി നിറച്ച കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഫുള്ള് വയറ് നിറച്ചും കഴിച്ച് ഒരു 6 മണിയായപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് പിറ്റേ ദിവസം മക്കൾക്ക് എക്സാം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.